ഞാനിന്ന് ഡിസ്കസ് ചെയ്യുന്നത് റീകോമ്പിനൻ്റ് DNA ടെക്നോളജിയിലെ 3 ടോപ്പിക്സാണ്. ഫസ്റ്റ് വൺ ആണ് മെത്തേഡ്സ് ഓഫ് ക്രിയേറ്റിംഗ് റീകോമ്പിനൻ്റ് DNA മോളിക്യൂൾസ്. സെക്കൻഡ് വൺ റെസ്ട്രിക്ഷൻ മാപ്പിംഗ്. തേർഡ് വൺ ഐസൊലേഷൻ ആൻഡ് സെപ്പറേഷൻ ഓഫ് ജനറ്റിക് മെറ്റീരിയൽ. So genetic engineering is the directed manipulation of hereditary material. Manipulation of prokaryotic and eukaryotic DNA have achieved a remarkable development. It is based on a set of molecular techniques called recombinant DNA technology. Recombinant DNA technology is defined as the joining of DNA molecules from different organisms and inserting it into a host organism to produce new genetic combinations that are valued to science, medicine, agriculture and industry. അപ്പോൾ സയൻസ്, മെഡിസിൻ, അതുപോലെ അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി ഇത്തരത്തിലുള്ള മേഖലകളിൽ നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള ജനറ്റിക് കോമ്പിനേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് റീകോമ്പിനൻ്റ് DNA ടെക്നോളജി എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ ഡിഫറെൻറ്റ് ഓർഗാനിസത്തിൽ നിന്നുള്ള DNA മോളിക്യൂൾസിനെ കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു ജീൻ പ്രൊഡക്റ്റിനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. So recombinant DNA in a living organism was first achieved in 1973 by Herbert Boyer of the University of California at San Francisco and Stanley Cohen at Stanford University, who used E. coli restriction enzymes to insert foreign DNA into plasmids. അപ്പോൾ ഹെർബർട്ട് ബോയറും അതുപോലെ തന്നെ സ്റ്റാൻലി കൊഹനാണ് ഈ ഒരു റീകോമ്പിനൻ്റ് DNA എന്നുള്ളത് ഒരു ലിവിങ് ഓർഗാനിസത്തിൽ ഫസ്റ്റ് അച്ചീവ് ചെയ്തത് 1973 അപ്പോൾ അവരുപയോഗിച്ചത് ഈ കോളയിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ടുള്ള റെസ്ട്രിക്ഷൻ എൻസൈമാണ് ഈ ഫോറിൻ DNAനെ പ്ലാസ്മിഡിലേക്ക് ഇൻസേർട്ട് ചെയ്യാനായിട്ട്, അതിൻ്റെ റെസ്ട്രിക്ഷൻ സൈറ്റ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചത് ഈ കോളയിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ടുള്ള റെസ്ട്രിക്ഷൻ എൻസൈംസ് ആയിരുന്നു. ഇനി നമ്മുടെ ടോപ്പിക്കാണ് ഫസ്റ്റ് വൺ, മെത്തേഡ്സ് ഓഫ് ക്രിയേറ്റിംഗ് റീകോമ്പിനൻ്റ് DNA മോളിക്യൂൾസ്. The following are the 7 main stages of recombinant DNA technology. അപ്പോൾ ഇനി നമുക്ക് ഈ റീകോമ്പിനൻ്റ് DNA ടെക്നോളജിയിൽ ഇൻവോൾവ് ആയിട്ടുള്ള 7 സ്റ്റേജസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ ആണ് ഐസൊലേഷൻ ഓഫ് ദ ജനറ്റിക് മെറ്റീരിയൽ. അത് DNA ആയിരിക്കാം അല്ലെങ്കിൽ RNA ആയിരിക്കാം. Since the DNA is enclosed within the membranes, so in order to release DNA along with other macromolecules such as proteins, polysaccharides and lipids, bacterial cells, plant or animal cells are treated with the enzymes lysozyme in bacteria, cellulose in plant cell, chitinase in fungus respectively. നമുക്കറിയാം ഈ DNA എന്ന് പറയുന്നത് ഒരു മെംബ്രെയിൻ്റെ ഉള്ളിൽ എൻക്ലോസ് ചെയ്തിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. അപ്പോൾ അതിനോടൊപ്പം തന്നെ അതർ മാക്രോമോളിക്യൂൾസ് ആയിട്ടുള്ള പ്രോട്ടീൻസ്, പോളിസാക്രൈഡ്സ്, ലിപ്പിഡ്സ് ഇതെല്ലാം പ്രസൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതിനെ ഐസൊലേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റത്തെ സ്റ്റെപ്പ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇപ്പോൾ ബാക്ടീരിയൽ സെൽസിൽ നിന്നാണ് നമ്മൾ ഇതിനെ ഐസൊലേറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്യേണ്ടത് ലൈസോസൈം എന്നുള്ള എൻസൈം വെച്ചിട്ടാണ്. ഇനി പ്ലാന്റ് സെല്ലാന്നുണ്ടെങ്കിൽ സെല്ലുലോസ് വെച്ചിട്ടാണ്. ഫംഗസിൻ്റെ സെല്ലിൽ നിന്നാണ് നമുക്ക് ഐസൊലേറ്റ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ അതിന് കൈറ്റിനേസ് വെച്ചിട്ട് ട്രീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ആ സെല്ലിൽ നിന്നും DNAനെ ആദ്യം ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഐസൊലേഷൻ ഓഫ് ദ ജനറ്റിക് മെറ്റീരിയൽ. RNA can be removed by treatment with ribonuclease, whereas proteins can be removed by the treatment of protease. അപ്പോൾ RNAനെയാണ് നമുക്ക് റിമൂവ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ അതിനെ റൈബോന്യൂക്ലിയസ് വെച്ചിട്ട് വേണം നമ്മൾ ട്രീറ്റ് ചെയ്യാനായിട്ട്. പ്രോട്ടീൻസ് ആണെന്നുണ്ടെങ്കിൽ പ്രോട്ടിയേസ് വെച്ചിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ പറഞ്ഞു ഈ DNAയുടെ ഒപ്പം അതർ മാക്രോമോളിക്യൂൾസും പ്രസൻ്റ് ആയിരിക്കും. അപ്പോൾ അതിനെയെല്ലാം നമ്മൾ റിമൂവ് ചെയ്തതിന് ശേഷം അൾട്ടിമേറ്റ്ലി പ്യൂരിഫൈഡ് DNAനെയാണ് നമ്മൾ പ്രിസിപ്പിറ്റേറ്റ് ചെയ്തെടുക്കുന്നത്. അതിനെ പ്രിസിപ്പിറ്റേറ്റ് ചെയ്യുന്നത് നമ്മളിത് ഐസൊലേറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് ചിൽഡ് എത്തനോൾ ആഡ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്കതൊരു പ്രിസിപ്പിറ്റേറ്റിൻ്റെ ഫോമിലായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു പ്രിസിപ്പിറ്റേറ്റ് ആയിട്ടുള്ള ഈ ഒരു സസ്പെൻഷനിൽ നമുക്ക് DNAനെ ഫൈൻ ത്രെഡ്സ് ആയിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് നമ്മുടെ DNAനെ ഒരു സെല്ലിൻ്റെ ഉള്ളിൽ നിന്നും ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നത്. റെസ്പെക്റ്റീവായിട്ടുള്ള എൻസൈം വെച്ചിട്ട് സെൽസിനെ ട്രീറ്റ് ചെയ്യുക. അപ്പോൾ അതിൽ നിന്നും അത് ഐസൊലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടും DNAനെ. അതിനുശേഷം അതിലേക്ക് ചിൽഡ് എത്തനോൾ ഒഴിച്ച് കഴിയുമ്പോൾ അത് പ്രിസിപ്പിറ്റേറ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതിൽ DNA മോളിക്യൂൾസ് ഫൈൻ ത്രെഡ്സ് ആയിട്ട് കിടക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പാണ് കട്ടിംഗ് ഓഫ് DNA അറ്റ് സ്പെസിഫിക് ലൊക്കേഷൻസ്, അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻ ഡൈജഷൻ ആണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. Restriction enzyme digestion are performed by incubating purified DNA molecules with the restriction enzyme. This is done at the optimal conditions for that specific enzyme.
അപ്പോൾ നെക്സ്റ്റ് നമ്മുടെ സ്റ്റെപ്പാണ് റെസ്ട്രിക്ഷൻ എൻസൈം വെച്ചിട്ട് DNA ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് കട്ട് ചെയ്യും. അപ്പോൾ അതിന് നമ്മൾ ഓരോ റെസ്ട്രിക്ഷൻ എൻസൈമിനും അതിൻ്റേതായിട്ടുള്ള ഒപ്റ്റിമൽ കണ്ടീഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം നമ്മൾ സാന്ദ്രയുടെ സെമിനാറിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ബ്രീഫായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോ എൻസൈമിന് വേണ്ട ഒപ്റ്റിമൽ കണ്ടീഷൻസ് എല്ലാം ആ പ്രസൻറ്റേഷനിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ട കോഫാക്ടേഴ്സ്, അതിൻ്റെ ടെമ്പറേച്ചർ, ആ കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോഴാണ് ആ എൻസൈമിന് അവിടെ ആക്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇനി തേർഡ് സ്റ്റെപ്പാണ് ഐസൊലേഷൻ ഓഫ് ഡിസയേർഡ് DNA ഫ്രാഗ്മെൻറ്റ്. Using agarose gel electrophoresis, the activity of the restriction enzymes can be checked. Since the DNA is negatively charged, it moves towards the positive electrode or anode, and DNA tends to separate out. In this process, after the desired DNA fragment is eluted out. നമുക്കറിയുന്ന പ്രോസസ്സാണ് DNA സെപ്പറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ജെൽ ഇലക്ട്രോഫോറസിസ് ആണ്. അപ്പോൾ അതിൽ നമുക്കറിയാം എന്താണ് DNA എന്ന് പറയുന്നത് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയതുകൊണ്ട് തന്നെ ഈ ഇലക്ട്രോഫോറസിസിലെ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ആനോഡിൻ്റെ അടുത്തേക്ക് അത് മൈഗ്രേറ്റ് ചെയ്യും. മോളിക്യൂൾസ് അതിൻ്റെ മോളിക്കുലാർ വെയ്റ്റിനനുസരിച്ചിട്ട് നമുക്ക് മൈഗ്രേറ്റ് ചെയ്തിട്ട് ഈ ജെല്ലിൽ കിട്ടും. അതിനുശേഷം നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള ഫ്രാഗ്മെൻറ്റിനെ അതിൻ്റെ മോളിക്കുലാർ വെയ്റ്റിനനുസരിച്ചിട്ട് അതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഫോർത്ത് സ്റ്റെപ്പാണ് ആംപ്ലിഫിക്കേഷൻ ഓഫ് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് യൂസിങ് PCR. ഇനി നെക്സ്റ്റ് നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഫ്രാഗ്മെൻറ്റ്സിനെ നമ്മൾ അതിനെ ആംപ്ലിഫൈ ചെയ്തെടുക്കണം. അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് PCR എന്ന് പറയുന്നത്. So PCR is the polymerase chain reaction is best defined as the DNA replication in vitro. PCR is used for the amplification of gene of interest using two set of primers. ഇനി ഒരു PCR റിയാക്ഷന് വേണ്ട ബേസിക് റിക്വയർമെൻറ്റ്സ് ആണ് DNA ടെംപ്ലേറ്റ്, പ്രൈമേഴ്സ്, പിന്നെ ഒരു തെർമോസ്റ്റേബിൾ ആയിട്ടുള്ള എൻസൈം വേണം. അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ടാഗ് പോളിമറേസ് ആണ്. ഇനി PCR ഇൻവോൾവ്ഡ് ആയിട്ടുള്ള 3 മേജർ സ്റ്റെപ്സ് ആണ്. ഫസ്റ്റ് വൺ ഡീനാച്ചുറേഷൻ, ദെൻ അനീലിംഗ് ഓഫ് പ്രൈമേഴ്സ്, തേർഡ് വൺ ആണ് എക്സ്റ്റൻഷൻ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പാണ് ലിഗേഷൻ ഓഫ് DNA ഫ്രാഗ്മെൻറ്റ് ഇൻ ടു വെക്റ്റർ. അപ്പോൾ നമുക്ക് ആംപ്ലിഫൈ ചെയ്ത് കിട്ടിയിട്ടുള്ള ആ DNA ഫ്രാഗ്മെൻറ്റിനെ നമ്മൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു വെക്റ്ററിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്. ദിസ് പ്രോസസ് റിക്വയേഴ്സ് എ വെക്റ്റർ DNA ആൻഡ് ദ സാമ്പിൾ DNA ഇൻ ഓർഡർ ടു ഒബ്റ്റെയിൻ സ്റ്റിക്കി എൻഡ്സ്. both this should cut with the same endonuclease. നമുക്കൊരു സാമ്പിൾ DNAനെയും വേണം, അതുപോലെ തന്നെ വെക്റ്റർ DNAനെയും വേണം. ഇതിനെ രണ്ടിനെയും നമ്മൾ സെയിം റെസ്ട്രിക്ഷൻ എൻസൈം വെച്ചിട്ടായിരിക്കണം കട്ട് ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമാണ് അത് സെയിം റീജിയൻസിലെ സ്റ്റിക്കി എൻഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റിക്കി എൻഡ്സ് ആണ് നമ്മൾ RDNA ടെക്നോളജിയിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതാണ് നമുക്ക് ഏറ്റവും നന്നായിട്ട് റിസൾട്ട് കിട്ടാനായിട്ട് സഹായിക്കുന്നത്. After which both are ligated by mixing vector DNA, gene of interest and enzyme DNA ligase to form the recombinant DNA or hybrid DNA. നമ്മൾ ഈ ഫ്രാഗ്മെൻറ്റിനെ സ്യൂട്ടബിൾ ആയിട്ടുള്ള വെക്റ്ററിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം അതിനെ DNA ലിഗേസ് എൻസൈം വെച്ചിട്ട് ലിഗേറ്റ് ചെയ്യിപ്പിക്കും. ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള DNAനെയാണ് നമ്മൾ റീകോംബിനൻ്റ് DNA അല്ലെങ്കിൽ ഹൈബ്രിഡ് DNA എന്ന് വിളിക്കുന്നത്. ഇനി സ്റ്റെപ്പ് 6 ഇൻസെർഷൻ ഓഫ് റീകോംബിനൻ്റ് DNA ഇൻടു ദ ഹോസ്റ്റ് സെൽ ഓർ ഓർഗാനിസം. അപ്പോൾ ഇനി നമുക്ക് ഈ റീകോംബിനൻ്റ് ആയിട്ടുള്ള DNAനെ ഒരു നമ്മൾക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഹോസ്റ്റ് ഓർഗാനിസത്തിലേക്ക് ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ ഇതിന് എന്താണ് ഈ ജീൻ ട്രാൻസ്ഫർ ടെക്നിക്സിന് നമ്മൾ ഒരുപാട് മെത്തേഡ്സ് നമ്മൾ മുൻപ് പഠിച്ചിട്ടുണ്ട്. മൈക്രോ ഇഞ്ചക്ഷൻ, അത്തരത്തിലുള്ള ഒരുപാട് മെത്തേഡ്സ് നമ്മൾ നോക്കിയിട്ടുണ്ട്. But this can occur by several methods before which the recipient cells are made competent to receive the DNA. If a recombinant DNA bearing gene for resistance to an antibiotic, example ampicillin, is transferred into E. coli cells, the host cell becomes transformed into ampicillin resistant cells. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത് ഹോസ്റ്റ് ഓർഗാനിസത്തിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നത് ഒരു ആംബിസിലിൻ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ജീനിനെയാണെന്നുണ്ടെങ്കിൽ പിന്നീട് ആ E. coli അത് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന സെൽസ് എല്ലാം തന്നെ ഈ ആംബിസിലിൻ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള അത്തരത്തിലുള്ള ട്രാൻസ്ഫോംഡ് ആയിട്ടുള്ള സെൽസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി സ്റ്റെപ്പ് 7 ഒബ്റ്റെയിനിങ് ഓർ കൾച്ചറിങ് ദ ഫോറിൻ ജീൻ പ്രൊഡക്റ്റ്. ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള ആ ജീൻ പ്രൊഡക്റ്റിനെ അതിൽ നിന്നും ഐസൊലേറ്റ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ കൾച്ചർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്. If we insert a piece of alien DNA into a cloning vector and transfer it into a bacterial cell, then the alien DNA get multiplied. നമ്മൾ ഒരു വെക്ടറിലേക്ക് ഒരു ഏലിയൻ DNA അല്ലെങ്കിൽ ഒരു ഫോറിൻ DNAനെ ഇൻസേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ അതിനുശേഷം നമ്മൾ അതിനെ ഒരു ബാക്ടീരിയൽ സെല്ലിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ബാക്ടീരിയൽ സെല്ല് ഡിവൈഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ടുള്ള ഈ ഫോറിൻ DNAയും മൾട്ടിപ്ലൈ ചെയ്യും.
അങ്ങനെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള അളവിൽ നമ്മൾ ആ ജീൻ പ്രൊഡക്റ്റിനെ കൾച്ചർ ചെയ്തെടുക്കുന്നത്. The ultimate aim is to produce a desirable protein expression. The expressions of the foreign gene or genes in host cells involve understanding of many technical details. The culture are used for extracting the desired protein using various separation techniques. അപ്പോൾ ഒരുപാട് സെപ്പറേഷൻ ടെക്നിക്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ കൾച്ചറിൽ ഈ സെൽ കൾച്ചേഴ്സിനെ അതിൽ നിന്നും നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻസിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്, ഒബ്റ്റെയിനിങ് ഓർ കൾച്ചറിങ് ദ ഫോറിൻ ജീൻ പ്രൊഡക്റ്റ്. അപ്പോൾ ഇതിൻ്റെ ഒരു പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മളിപ്പോൾ പറഞ്ഞ 7 സ്റ്റെപ്പും ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു പിക്ചറാണ്. ആദ്യം നമ്മൾ ഒരു സ്പെസിഫിക് ഡി എൻ എനെ സെലക്ട് ചെയ്യും. എന്നിട്ട് അതിനെ റെസ്ട്രിക്ഷൻ ഫ്രാഗ്മെൻറ്റ്സ് വെച്ചിട്ട് കട്ട് ചെയ്യും. അതിനുശേഷം നമ്മളൊരു വെക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ വെക്ടറിൽ നിന്നും അതിൻ്റെ ജീനോമിൽ നിന്നും ഒരു പോർഷൻ കട്ട് ചെയ്ത് മാറ്റും. എന്നിട്ട് ഈ റെസ്ട്രിക്ഷൻ ഡൈജഷൻ നടന്നിട്ടുള്ള ഫ്രാഗ്മെൻറ്റ്സും അതുപോലത്തെ ആ ഫ്രാഗ്മെൻറ്റ് ഈ വെക്ടറിൻ്റെ ജീനോമിലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്യും. അതിനുശേഷം അതിനെ ടാർജറ്റ് ഓർഗാനിസത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും. പിന്നീട് അതവിടെ ആംപ്ലിഫിക്കേഷൻ നടന്നിട്ട് നമുക്ക് സെൽ കൾച്ചർ നടത്തിയെടുക്കാനായിട്ട്